ഇപ്പം ശരിക്കും പറഞ്ഞാൽ എത്ര ഇയേഴ്സ് ആയിത്ത നമ്മുടെ ഇൻഡസ്ട്രിയില്? ഞാൻ 88-ലാണ് വന്നത്. 88 ലാസ്റ്റ് ഡെയ്സി പ്രതാപോത്തന്റെ. അപ്പൊ ഇത്രയും നാളും ഈ ലൈം ലൈറ്റില് എന്താ പറയാ, ആളുകൾക്ക് അന്നും ഇന്നും ഒരേ ഇഷ്ടത്തോട് ഇങ്ങനെ തുടരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശരിക്കും പറഞ്ഞാ ലൈക്ക് എന്തായിരിക്കും അതിന്റെ റീസൺ എന്ന് പറയാൻ മോളെ, അത് ചെറിയ കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. ഇപ്പം സീരിയൽ ഇല്ലെങ്കിൽ സിനിമയുണ്ട്, സിനിമ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേജ് ഷോ ഉണ്ട്. സ്റ്റേജ് ഷോ ഉണ്ടെങ്കിൽ മിമിക്രിയുടെ അങ്ങനെ കാസറ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ എന്തിനെങ്കിലൊക്കെ മേഖലയില് അല്ല, ഇപ്പൊ യൂട്യൂബ് വന്നു, പിന്നെ റീൽസ് വന്നു. അപ്പം നമ്മൾ ആൾക്കാർ മറക്കാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേഖലയിലായിട്ട് അങ്ങനെ 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 പോണതുകൊണ്ടാണ് നിൽക്കാൻ പറ്റുന്നത്. പിന്നൊക്കെ ദൈവത്തിന്റെ ഒരു ഭാഗ്യം, ദൈവം തരുന്ന ഒരു അനുഗ്രഹം. ഞാൻ എപ്പോഴും കൊച്ചിലെ മുതലേ ഈ തസ്നി ഖാൻ എന്ന് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഖാൻ സാധാരണ ആണുങ്ങൾക്കല്ലേ ഇടുന്നത്. നമുക്കുണ്ട് ഖാൻ, തസ്നി ഖാൻ. അതെന്താ ഖാൻ? എന്റെ ഉപ്പച്ചിയുടെ പേര് അലിഖാൻ എന്നാണ്, മജീഷ്യനാണ്. പിന്നെ അറിയാം. അപ്പൊ ഉപ്പച്ചി അലിഖാൻ ആയപ്പോ ഞാൻ തസ്നി ഖാനായി. ഞാൻ വേറെ ഒരു പെൺപിള്ളേർക്കും കേട്ടിട്ടില്ല ഖാൻ ഇൻഷ്യൽ വരുന്നത്. കേട്ടിട്ടുണ്ടോ? പിന്നെ ഖാൻ ഇൻഷ്യൽ വരുന്നത് തമിഴിലൊക്കെ ഉണ്ട്. മുംതാസ് ഖാൻ തമിഴ്നാട്ടില് ഉണ്ട്. പിന്നെ സെയ്ഫ് അലി ഖാന്റെ മോളുടെ പേര് അങ്ങനെ ഖാൻ ചേർത്തില്ല. അവര് ശരിക്കും നോർത്ത് ഇന്ത്യൻസിനാണ് കൂടുതൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ മലയാളീസിന് അങ്ങനെ, മലയാളീസിൽ ഖാൻ ഉണ്ടെങ്കിൽ തന്നെ പട്ടാണീസ് ആയിരിക്കും. നമ്മൾ പട്ടാണീസ് അല്ലല്ലോ, സാധാരണ സുന്നി, സദാ മുസ്ലിം. പക്ഷെ ഉപ്പച്ചി ഉപ്പച്ചിന്റെ പേര് ഖാൻ വന്നതുകൊണ്ടാണ്. ഉപ്പച്ചിയുടെ പേര് ഖാൻ വരാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പച്ചിയുടെ പേര് ശരിക്കും അരുവിക്കുട്ടി എന്നാണ്, മലപ്പുറംകാരനാണ്. ഒരു മജീഷ്യൻ ആയതുകൊണ്ട് കൽക്കട്ടയിൽ പോയി മാജിക് പഠിച്ച് PC സർക്കാർ ഇട്ടുകൊടുത്ത പേരാണ് അലിഖാൻ. അങ്ങനെയാണ് ഖാൻ വന്നത്, അല്ലാണ്ട് നമ്മള് പട്ടാണീസ് ആയിട്ടൊന്നും അല്ല. അപ്പം എന്റെ പേര് ശരിക്കും തസ്നീം. അത് തസ്നീമിന്റെ അർത്ഥം അറിയോ? ഇല്ല. ഖുറാനിലെ സ്വർഗത്തിലെ നദിയാണ്. തസ്നീം, നീട്ടുണ്ട്. അത് എല്ലാവരും തസ്നീഖാനാക്കി അല്ലേ? അത് തസ്നിയാക്കിയപ്പോ പിന്നെ അതിന്റെ കൂടെ പേരും കൂടി ഖാൻ ചേർത്തി തസ്നി ഖാനാക്കിയത്. ആരെങ്കിലും തസ്നീം വിളിക്കാറുണ്ടോ? തസ്നീം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആന്റോണി ആയിരുന്നു. അപ്പൊ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടം തന്നെ. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ടൊക്കെ ഭയങ്കര കലാപരമായിട്ട് അന്നേ ഒരു ഒക്കെ എല്ലാത്തിലും നിൽക്കുന്ന ഒരാളായതുകൊണ്ട് സിസ്റ്റർ തസ്നി ഖാൻ ആണെന്ന് അറിഞ്ഞാലും സിസ്റ്റർ എന്നെ വിളിക്കും തസ്നീമാന്ന്. സിസ്റ്റർ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായി. അപ്പൊ തസ്നീമാന്ന് സിസ്റ്ററാ വിളിക്കാറുള്ളത്. പിന്നെ നല്ല ക്ലോസ് ആയിട്ടുള്ളവര് തെസു എന്ന് വിളിക്കും. വീട്ടിലാണ് ഉമ്മ എന്താ വിളിക്കാറ്? തെസി. അടിപൊളി. വീട്ടില് ഉമ്മയും വിളിക്കുന്നത് തെസി, പിന്നെ നമ്മുടെ അനിയത്തിമാരൊക്കെ വിളിക്കുന്നത് തെസി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ എല്ലാവരും നന്നായിട്ട് പോകുന്നുണ്ട്. ഇത്ത ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇത്തയുടെ ഒരു ഡെഫിനിഷൻ എന്താ? ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യാറ്? നമ്മൾ നന്നായി നിന്നാ മതി. കാരണം നമ്മൾ അവർക്കൊരിക്കലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരിക്കലും നമ്മളൊരു ദ്രോഹാവാതിരിക്കുക. അവർക്ക് ഒരു തരത്തിലും നമ്മളെ കൊണ്ടൊരു സങ്കടം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ, അത് ചിലപ്പം ആ ബന്ധം തകർക്കാൻ ചിലപ്പോൾ ഇടയിൽ ആരെങ്കിലുമൊക്കെ നിൽക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. നിന്നാലും നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ ബന്ധം, അതെപ്പോഴും ഹസ്ബൻഡും വൈഫായാലും അങ്ങനെ തന്നെ അല്ലേ? ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണോ? എപ്പോഴെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഫ്രണ്ട്ഷിപ്പില്? അല്ല, ഫ്രണ്ട്ഷിപ്പിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, വേറെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ. നമ്മുടെ ഇപ്പത്തെ ഈ പറയുന്ന ആളായിട്ടൊന്നും ഒരു പ്രശ്നമൊന്നും. അല്ല, ഞാൻ അങ്ങനെ ഒരാളുടെ പേരല്ല കേട്ടോ. അല്ല, മനസ്സിലായി. ഫ്രണ്ട്ഷിപ്പ് പിന്നെ പറ്റിക്കപ്പെട്ടത് നന്നായി സിൻസിയറായി തോന്നിയിട്ടും പിന്നെ നമുക്ക് അയ്യോ അത് ആ ആളോട് സിൻസിയർ ആവേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ഈ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയും. അതുപോലെ പിന്നീട് ഒരു പുതിയൊരാളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോഴത്തേക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാതെ നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. കണ്ടാ എന്താ ഏതേ അറ്റാച്ച്മെന്റ് വേണ്ട. അല്ലെങ്കിലും അറ്റാച്ച്മെന്റ് ഒരിക്കലും ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എപ്പോഴും നമ്മൾ ആരെയായാലും ഒരു ഡിസ്റ്റൻസിൽ നിർത്തണം. ഫുൾ അങ്ങോട്ട് തുറന്ന് പറയാൻ നിൽക്കരുത്. എല്ലാവരും ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാട്ടോ. എന്നാൽ നമുക്ക് എന്നും നിലനിൽക്കും അത്. അതെ, ആ ഒരു അങ്ങനെ തന്നെ എന്ത് കാര്യത്തിലും മോളെ ഓവറായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓവറാവാതിരുന്നാൽ മതി എല്ലാ കാര്യങ്ങൾക്കും. ഈ ഒരു റിയലൈസേഷൻ എപ്പോഴും ഉണ്ടായത് സത്യം പറഞ്ഞാല്? ഈ 5-6 കൊല്ലത്തിന് ഇങ്ങോട്ട് ഉണ്ടായത്. അത്രേ ആയിട്ടുള്ളൂ. ഒരു 8-9 കൊല്ലമായി. അതിനു മുമ്പ് ഒരുപാട് വളവള എല്ലാരോടും വളവള എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം. ഞാനിപ്പോ എന്റെ സംസാരം ഒന്ന് കുറച്ച് കൂടുതലും എന്താ പറയാ ടോക്കറ്റീവ് ആവാതെ ശ്രമിക്കുകയാണ് ഞാൻ. കാര്യങ്ങൾ പറയാ, എന്താ ഏതാ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുന്ന
അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നോ? ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെ അതെ അതെ, ഡ്രസ്സ് കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും. അതേപോലെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ഈ ബിഗ് ബോസിൽ പോയിട്ട് നെഗറ്റീവ് ആയിട്ട് ഇറങ്ങാത്ത ചുരുക്കം പേരെ കാണുള്ളൂ. അതിൽ ഒരാളാണ് ഇത്ത. നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ ഇല്ല, വന്നിട്ടില്ല. എല്ലാവരും അപ്പം നമുക്ക് മനസ്സിലാവും ഒരുപാട് നാളെ നമുക്ക് അതിനകത്തൊന്നും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ റിയൽ ലൈഫിലും ഇത്ത എന്താന്ന് നമുക്ക് അതിലൂടെ മനസ്സിലായി. ശരിക്കും പറഞ്ഞാല് ദേഷ്യം വന്നിട്ടുണ്ടോ അതിനകത്ത് നിൽക്കുന്ന സമയത്ത്? പിന്നെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട്, എന്ത് ഇറങ്ങിപ്പോകാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മള് ശരിക്കും നമ്മുടെ സ്വഭാവം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം വരും. ഈ 60-70 ക്യാമറയൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. അപ്പം ആദ്യമൊക്കെ നമ്മൾ ബലം പിടിക്കില്ല അവരും, അയ്യോ ക്യാമറയുണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കണം, നടത്തത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ. ക്യാമറ മറന്നു പോകും. പിന്നെ നമ്മളാവണം അവിടെ. പിന്നെ ഗെയിമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ഗെയിമും അല്ല, അത് അവരുടെ സ്വഭാവം തന്നെയാ. അല്ലാണ്ട് ഗെയിം ആണെങ്കിലും നമ്മൾ ചൂടാവേണ്ട അടുത്ത് ചൂടാവണം, അത് വേറെ കാര്യം. ബിഗ് ബോസിൽ ചൂടാവേണ്ട അടുത്ത് പ്രതികരിക്കണം, അതാണ് ബിഗ് ബോസ്. ഞാൻ അങ്ങനെ വലുതായിട്ട് പ്രതികരിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുക്കുക, റിയൽ ആയിട്ട് നിന്നു. ആ ഞാൻ റിയൽ ആയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട്. പക്ഷെ എനിക്ക് അവിടെ ഞാൻ പുറത്തുനിന്ന് കണ്ട ആൾക്കാരെല്ലാം അകത്ത്, പുറത്തുനിന്ന് ഒരുപാട് എന്നെ ഇഷ്ടമുള്ളവരൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അവരാരും എന്നോട് അവിടെ എനിക്ക് സ്ക്രീൻ സ്പേസ് തന്നില്ല എന്നാണ് ശരിക്കും. സംസാരിക്കാനുള്ള ഒരു ഇടം നമുക്ക് തരണ്ടേ. നല്ല സൗഹൃദം കിട്ടിയിട്ടുണ്ടോ അവിടുന്ന്? ഇല്ല ഇല്ല ഇല്ല, അവിടെ ഒരാൾ പോലും ഇല്ല സ്റ്റിൽ കോണ്ടാക്ട് ഉള്ള? ഇല്ല, ഞാൻ അവിടുത്തെ ആരോടും ഞാൻ സംസാരിക്കാറ് പോലും ഇല്ല. നമ്മളപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്നതിലും അപ്പുറം എന്തൊക്കെയോ ട്രോമാസ്. അതിന്റെ അടുത്ത് പിന്നെയും ഭേദം ആര്യയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു. ആ കുട്ടി എന്നോട് വന്നപ്പോൾ എന്നോട് ചേച്ചി എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് എനിക്ക് തരുന്നുണ്ട് ആ കുട്ടി. അപ്പൊ ഞാൻ മിണ്ടു, എന്നോട് ഇങ്ങോട്ട് നന്നായി സംസാരിച്ച് ചേച്ചി എന്നുള്ള ഒരു റെസ്പെക്ട് തരുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അതല്ലാതെ ഇപ്പോഴും ബലം പിടിച്ച് നടക്കുന്നവരുണ്ട് അതിൻ്റെ അകത്ത് പുറത്തിറങ്ങിയിട്ടും. ആര്യ കുഴപ്പമില്ല, മഞ്ജു പത്രോസ് കുഴപ്പമില്ല, ഫുക്രു അവരൊക്കെ ഓക്കെയാണ്. അവരൊക്കെ കണ്ടാലും ചേച്ചി ആ റെസ്പെക്ട് ഉണ്ട്. അതിൽ കുറച്ച് പേർക്ക് ഇപ്പോഴും ബലം പിടിച്ച നടന്നോട്ടെ, ആയിക്കോട്ടെ, നമുക്ക് എന്താ പ്രശ്നമില്ല. അപ്പൊ അതവരുടെ ക്യാരക്ടറാ, അപ്പൊ നമ്മൾ അതനുസരിച്ച് നിന്നാൽ മതിയല്ലോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ഒരുപാട് പേർക്ക് ലൈഫ് ലോങ് നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു സീസണും കൂടിയാണ്. അത് വരും അതില്. ആ ഷോ എന്ന് പറയുന്നത് നല്ലതും ആവാം ചീത്തതും ആവാം, രണ്ടുമായിട്ടാണ് നിൽക്കാത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് ഭയങ്കര നമുക്കങ്ങ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് പത്രവും ഇല്ല, സമയവും ഇല്ല, ഒന്നും അറിയില്ല, ഒരു എന്റർടൈൻമെന്റും ഇല്ല. ബിഗ് ബോസ് പറയുന്ന ടാസ്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ, നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കേ അതായത് നമ്മൾ ഇപ്പൊ നമ്മുടെ നോർമൽ ലൈഫിലാണെങ്കിൽ നമ്മൾ അങ്ങനെ വഴക്കുണ്ടാക്കാത്ത കുഞ്ഞു കാര്യങ്ങൾക്ക് അതിനകത്ത് വഴക്ക്. അതെന്തായിരിക്കും ഇതാ? അത് വരും, നമ്മൾ ചൂടായി പോവും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ വെള്ളം വെച്ചു, ഈ വെള്ളം ഞാൻ കുടിച്ചിവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ആരോടെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ നൂർജഹാൻ വന്നിട്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു നല്ല മനസ്സിറങ്ങി ഞാൻ പറയാ, മുഴുവൻ കുടിക്കില്ലട്ടാ, ഞാൻ എടുത്ത് വെച്ചതാട്ടെ, വേറെ വെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ ഓ ശരി കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ വെക്കും വെള്ളം. വേറെ വെള്ളമില്ലെങ്കിൽ എടുത്ത് പോയി കുടിച്ചോ, എനിക്ക് ദാഹിക്കുന്നത്, ഇയാളുടെ ബോട്ടിൽ മാത്രമല്ലല്ലോ ഇത് എന്നൊക്കെ പറയുമ്പോൾ തുടങ്ങും അവിടെ പ്രശ്നം. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരും. അങ്ങനെ വരാൻ കാരണം നമ്മുടെ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. അതാ ഭയങ്കര പ്രശ്നം. ഭക്ഷണം ഇല്ല, ഉറക്കമില്ല. അതെ, ടൈം അറിയില്ലല്ലോ. ഇപ്പം അവിടെ രാത്രി 1 മണിയായിരിക്കും ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. നമുക്കറിയില്ല 1 മണിയാണോന്ന് നമുക്കറിയില്ലല്ലോ. പകല് ഉറങ്ങാതൊക്കെ എങ്ങനെയായിരിക്കും? പകല് നല്ല ഉറക്കം വരും. ഞാനൊക്കെ എങ്ങനെ കള്ളുറക്കം ഉറങ്ങിയിട്ടുണ്ടെന്നറിയോ, ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കേൾക്കും. മാജിക് കാണിച്ച് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല,